വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കവിതയാണ്. കവിതയുടെ പേരാണ് കബ് തക്. കബ് തക് എന്ന് പറഞ്ഞാൽ എപ്പോൾ വരെ. വന്ദന ഠേട്ടയാണ് ഇത് എഴുതിയിട്ടുള്ളത്. നമുക്ക് ലേഖികനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഭാരതീയ ആദിവാസി ലേഖിക വന്ദന ഠേട്ടയുടെ കവിതയാണ് കബ് തക്. അവർ കവയത്രി, പ്രസാധക, ആക്ടിവിസ്റ്റ് എന്നീ നിലകളിൽ പ്രസിദ്ധയാണ്. പുരുഷനെ ആശ്രയിക്കുന്ന സ്ത്രീയെക്കുറിച്ചാണ് ഈ കവിത. എപ്പോൾ വരെ എന്ന ചോദ്യത്തെയാണ് കവിത കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് കവിതയിലുടനീളം ആവർത്തിക്കുന്നു. ആത്മാഭിമാനത്തെക്കാൾ വലുതായി മറ്റൊന്നുമില്ല എന്ന ശക്തമായ പ്രസ്താവനയോടെയാണ് കവിത അവസാനിക്കുന്നത്. ഇനി നമുക്ക് ഓരോ വരിയുടെയും അർത്ഥം പറഞ്ഞു പോകാം. കബ് തക് ജോഹ്തേ രഹോഗേ अपनी पहचान जानने के लिए दूसरे का मुँह. കബ് തക് എപ്പോൾ വരെ, ജോഹ്തേ രഹോങ്കെ പ്രതീക്ഷിച്ചിരിക്കും, അപ്പനി പഹ്ചാൻ ജാൻനെ കെ ലിയെ തൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാകുന്നതിന് വേണ്ടി, ദൂസരോം കാ മുഹ് മറ്റുള്ളവരുടെ മുഖം. അതായത് ഇവിടെ കവി പറയുന്നത്, ആദിവാസി ലേഖിക വന്ദന ഠേട്ട പറയുന്നത്, പുരുഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഈ കവിത. പുരുഷൻ നിങ്ങളെ തിരിച്ചറിയാനായി, നിങ്ങളുടെ ഐഡൻറ്റിറ്റിക്കായി നിങ്ങൾ എത്ര നാൾ കാത്തിരിക്കുമെന്ന് കവിയത്രി അവരോട് ചോദിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 3 വരി മനസ്സിലായല്ലോ. കബ് തക് ജോഹ്തേ രഹോങ്കെ എത്ര നാൾ വരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും, കാത്തിരിക്കും, തൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുഖം, അതായത് പുരുഷൻ്റെ മുഖം. നെക്സ്റ്റ്, और कब तक आसरे में रहोगे कि कोई आए और तुम्हारे लिए लड़े. അടുത്ത വരി എന്ന് പറയുന്നത് കബ് തക്ക് എപ്പോൾ വരെ, ആശ്രയമേം എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചിരിക്കും, കി കോയി ആയേ നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് ആശ്രയിച്ച്, ഔർ തുമാരെ ലിയെ ലഡേ നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ. അപ്പോൾ കവി പറയുന്നത്, നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുന്നതിനായി എത്ര നാൾ നിങ്ങൾ കാത്തിരിക്കും. അടുത്തത്, കബ് തക് ഗുഷ് ഹോത്തേ രഹേഗോ कि उनकी कहानी में तुम्हारा जिक्र है कि तुम्हारा इतिहास तुमने नहीं उसने लिखा है. അതായത് കബ് തക് ഗുഷ് ഹോത്തേ രഹോഗെ നിങ്ങൾ എത്ര നാൾ സന്തോഷിച്ചിരിക്കും, ഉൻകി കഹാനിമേം അവരുടെ കഥയിൽ, തുമാര ജിക്രഹെ നിങ്ങളെ പരാമർശിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ, കി തുമാര ഇതിഹാസ് തുമ്നെ നെഹീം ഉസ്നെ ലിഖാഹെ നിങ്ങളുടെ ചരിത്രം നിങ്ങൾക്ക് പുരുഷനാൽ എഴുതപ്പെട്ടില്ലെങ്കിൽ. അതായത് ഇവിടെ കവി പറയുന്നത്, ഒരാളുടെ കഥയിൽ അയാൾ നിങ്ങളെ പരാമർശിച്ചാൽ നിങ്ങൾ എത്ര നാൾ സന്തോഷിക്കും. സ്ത്രീക്ക് സ്വയം തൻ്റെ ചരിത്രം എഴുതാൻ കഴിയുമ്പോൾ പുരുഷൻ തൻ്റെ ചരിത്രം എഴുതാൻ എന്തിനാണ് കാത്തിരിക്കുന്നതെന്നും കവിയത്രി ചോദിക്കുന്നു. നമുക്കിനി അടുത്ത വരികൾ നോക്കാം. കബ് തക് ജോഹ്തേ രഹേഗോ അവതാരോം കെ ആഗമൻ കി ബാട്ട്. നിങ്ങൾ എത്ര കാലം വരെ, എപ്പോൾ വരെ, ജോഹ്തേ രഹോഗെ കാത്തിരിക്കും, അവതാരോം കെ ആഗമൻ കി ബാട്ട് ഈ അവതാരങ്ങളുടെ വരവും ആ വരുന്ന വഴിയും കാത്ത് നിങ്ങൾ എത്ര കാലം നിങ്ങൾ കാത്തിരിക്കും. കി ഹോ സഖേ തുമാര ഉദ്ധാർ അവയ്ക്ക് സാധിക്കുമോ നിങ്ങളെ ഉയർത്താൻ. ഈ അവതാരങ്ങൾക്ക് വന്നിട്ട് നിങ്ങളെ ഉയർത്താൻ സാധ്യമാക്കുമോ. അടുത്തത്, ക്യോം കരേഗ കോയി തുമാരി വ്യത കാ നിരാകരൻ. ആര് ചെയ്യും നിങ്ങളുടെ വ്യത കാ നിരാകരൻ, നിങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കുമോ. അപ്പനി വ്യത ബഡാനെ കേലിയെ അതേപോലെ അവരുടെ വിഷമം വർദ്ധിപ്പിക്കാനും ആരെങ്കിലും ശ്രമിക്കുമോ. അതായത് നിങ്ങളുടെ വിഷമം മനസ്സിലാക്കി നിങ്ങളുടെ വിഷമം മാറ്റാൻ ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുമോ, എന്നിട്ട് അവരുടെ വിഷമം അതിലൂടെ കൂട്ടാൻ ആരെങ്കിലും ശ്രമിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇസ്ലിയെ ബദലോ അതുകൊണ്ട് നിങ്ങൾ മാറൂ, കി സമയ ബദൽ ചുക്കാഹേ അതായത് സമയമൊക്കെ മാറിക്കഴിഞ്ഞു, ഇന്ന് കാലം മാറിയിരിക്കുന്നു. നെഹീം ദേത്ത അബ് കോയി ആരും തന്നെ ഇപ്പോൾ ഒന്നും തന്നെ തരുന്നില്ല. അപ്ന നിവാല അവരവരുടെ ചോറുരുള മറ്റൊരാൾക്ക് നൽകില്ല. ഇവിടെ ചോറുരുള എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ കാര്യം, അതായത് അവരുടെ സമയവും അവർക്ക് വേണ്ടതൊന്നും നിങ്ങൾക്ക് വേണ്ടി അവരാരും തരുന്നില്ല. നെഹീൻ ദേത്ത അപ്പന ഗാൾ അതുപോലെ അവരുടെ കവിളും തരുന്നില്ല. അവിടെ ഗാൽ എന്ന് പറഞ്ഞ കവിളാണ്. ഇവിടെ കവിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വിഷമം അവരെടുക്കുന്നില്ല.
അപ്പനെ സർപ്പർ ജൂത്തി, അതേപോലെ അവരുടെ തലയിൽ ആരും ചെരുപ്പ് എടുത്ത് വെക്കുന്നില്ല. ഇവിടെ ചെരുപ്പ് തലയിൽ വെക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രശ്നം അവർ തലയിൽ എടുത്ത് വെക്കുന്നില്ല എന്നാണ്. കി ആത്മസമ്മാൻ സെ, അതുകൊണ്ട് തന്നെ എന്ത് വേണം? ആത്മസമ്മാൻ, അതായത് ആത്മാഭിമാനത്തോടെ. ബഡി കോയി ചീസ് നഹി ഹോത്ത, ആത്മാഭിമാനത്തിനും വലുതായിട്ട് ഒരു ചീസും ഒരു വസ്തുവും ഇല്ല എന്നാണ് പറയുന്നത്. അതായത് സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ സ്വന്തം കാര്യം സ്വതന്ത്രരാവൂ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് കൈ നീട്ടാതെ നിങ്ങൾ പുറത്തേക്ക് വരൂ, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ പുറത്തേക്ക് വരൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊരു ആദിവാസി ലേഖികയാണ് നമ്മുടെ വന്ദന ടേട്ടെ. ഇവിടെ അവർ പറയുന്നത്, നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നത് അടിമകളായി മറ്റുള്ള പുരുഷൻ്റെ താഴെ നിൽക്കാതെ അവർ മുന്നോട്ട് വരൂ എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും അതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആശയം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു വീഡിയോ കാണുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.